ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരെ വിസ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര കായിക വകുപ്പിൻ്റെ അനുമതി അത് ലഭ്യമായിട്ടുണ്ട്, റിസർവ് ബാങ്ക് അനുമതി ലഭ്യം. അതെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്, സർക്കാർ ചെയ്യേണ്ടതാണ്. അത് സ്വകാര്യ വ്യക്തികൾ കിട്ടുന്നതല്ല. അപ്പോൾ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ സ്പോൺസർക്കുണ്ട്. നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കണമെന്നാണല്ലോ. അപ്പോൾ അതൊരു നെഗറ്റീവായി നമ്മൾ കാണണ്ട. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അടക്കാൻ വൈകിയ തീർച്ചയായും സ്പോൺസർ അത് ചെയ്യും. റിപ്പോർട്ടർ ചാനൽ അത് നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നിലവിൽ ഒരാശയക്കുഴപ്പം എന്നുള്ളത് പണം അയക്കുന്ന കാര്യത്തിൽ അനുമതി ലഭ്യമാകുന്ന കാര്യത്തിൽ ചെറിയൊരു താമസം. അത് നിങ്ങൾക്കറിയാലോ, ഇത് പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ കാണും. ഫോറിൻ അഫയേഴ്സ് കാണണം, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണണം, കായിക വകുപ്പും ധനമന്ത്രാലയവും കാണും. അപ്പോൾ അതെല്ലാം വന്ന് നമുക്ക് കഴിഞ്ഞ മാസമാണ് ഈ അനുമതിയെല്ലാം ലഭ്യമായത്. അതുകൊണ്ടുള്ള താമസം സ്വാഭാവികമാണ്. ഞാനിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവും. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നോക്കൂ, നമ്മളെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പോൺസർ തന്നെ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തന്നെ അർജന്റീനയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അത് സർക്കാരല്ല, സർക്കാർ അതിന് ഗ്യാരണ്ടി മാത്രമാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ അർജന്റീന ഗവൺമെൻറ് അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷൻ ഈ റിപ്പോർട്ടറുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കരാർ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ കരാർ നിലനിൽക്കുന്നിടത്തോളം അത്തരത്തിലൊരു ആശങ്കയ്ക്ക് വഴിയില്ല. നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ലതാണ് ചോദിച്ചാൽ, നല്ലത് ചിന്തിച്ചാൽ. വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം. സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾ ഈ വിമർശനത്തിനൊന്നും കാത്തു നിൽക്കില്ല, നമ്മളത് ഉപയോഗിച്ച് കൊണ്ടുവരും. അപ്പോൾ അത് അത്ര കണ്ടാൽ മതി. ആ കാര്യത്തിൽ മറ്റൊന്നും നമ്മളതിൽ കാണേണ്ട ആവശ്യം. സർക്കാർ നേരിട്ട് കരാറില്ലെങ്കിൽ കൂടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സർക്കാരിനെ നോട്ടീസ് അയക്കുകയോ ബന്ധപ്പെടുകയോ കത്തയക്കുകയോ ചെയ്തിട്ടുണ്ട്. നോക്കൂ, സ്വാഭാവികമായും എഴുത്തുകുത്തുകൾ നടത്താറുണ്ട്. അത് സർക്കാരാണല്ലോ ഗ്യാരണ്ടി. അവരുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ്. മെസ്സിയെപ്പോലെ ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ലെജൻഡ് അവർ വരുമ്പോൾ അവർക്കുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ജോലിയാണ്. അപ്പോൾ അതെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ്. അതെല്ലാം സർക്കാർ ചെയ്യും. അവർക്ക് ആവശ്യമായുള്ള സെക്യൂരിറ്റി, കളിക്കാനുള്ള സൗകര്യങ്ങൾ, അതുകൊണ്ടെല്ലാം നമുക്ക് ഞാൻ അർജന്റീനൻ ഫുട്ബോൾ ടീമുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഗവൺമെൻറ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതിനനുസൃതമായി കാര്യങ്ങൾ നടക്കും. നമ്മൾ മറ്റൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. അല്ല, നമ്മുടെ വിൻഡോയിലുള്ളതാണല്ലോ, നമ്മുടെ വിൻഡോയിലുള്ളതാണ്. പണം കൊടുക്കാൻ കുറച്ച് താമസിച്ചു എന്നുള്ളത് സ്പോൺസർ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടോ. പക്ഷെ നമ്മൾ ആ ചർച്ചയിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തു നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകണ്ട. അത്തരം ഒരു ചർച്ചയുടെ പ്രസക്തി ഇപ്പോഴില്ല. ഈ കമ്പനി അത് അടക്കും എന്ന് തന്നെ അടക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോക്കാം. അപ്പോഴേക്കും അതിൽ വ്യത്യാസമൊന്നുമില്ല. വാർത്തകൾ ധാരാളം വരും, നമ്മൾ വാർത്തകളിലേക്ക് പോകണം. അല്ലാന്നേ ഞാൻ നോക്കൂ, വാർത്തകളിലേക്ക് പോകണ്ട. നമ്മൾ ആത്മാർത്ഥമായി ശ്രമം നടത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ അത് നടന്നിരിക്കും എന്നാണ്. നിലവിൽ സ്പോൺസറെ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. അവർ പണം അടക്കാൻ കുറച്ച് താമസിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും വരട്ടെ, നമുക്ക് അടുത്ത ആഴ്ച വരെ കാത്തു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് മെസ്സി എത്തേണ്ട ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി സംയുക്ത പത്രപ്രസ്താവന നടത്തേണ്ടതാണ്. അത് കരാറിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം പറയും, അവർ കൂടി വരണം. അങ്ങനെ ഒരു പ്രശ്നം
അതല്ല പിന്നീട് പറയും. ഇപ്പോൾ നമ്മൾ ഇതൊന്നും ഇപ്പോൾ പ്രസക്തമായ കാര്യമല്ല. നമ്മൾ മെസ്സിയെ പോലുള്ള ലോകത്തിൽ 1-ാം റാങ്കിലുള്ള ഒരു ഫുട്ബോൾ ടീമിനെ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയില്ല. ഒരിക്കലും പറയും. സർക്കാരിൻ്റെ കയ്യിൽ പണത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണല്ലോ സ്പോൺസറെ നമ്മൾ വിളിച്ചതും അവരെ ഇൻട്രസ്റ്റ് നമ്മൾ ഓഫർ ചെയ്തു, അവർ കത്ത് തന്നു. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതൊക്കെ അതിൻ്റെ പ്രൊസീജിയറാണ്. ഇവിടെ അത്തരം കാര്യങ്ങളും നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. വി ആർ വെയിറ്റിംഗ് ഫോർ. നമുക്ക് വരട്ടെ, നമുക്കത് പറയാം. ഒരാഴ്ച കാത്തു. ശരി.